അകന്നുപോയ വിശ്വാസി സമൂഹത്തിൽപ്പെട്ടവരുടെ കൂടി വോട്ട് തീർച്ചയായിട്ടും തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭയിലും പ്രതീക്ഷിക്കുന്നുണ്ട് ഇടതുപക്ഷം എന്നത് ശരിയാണ്. പക്ഷേ ഈ ആഗോള അയ്യപ്പ സംഗമം ഇല്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും മെച്ചമുണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇത്തരം ചർച്ചകൾ ഉണ്ടാവുന്നു. ഇന്നിപ്പോൾ ഒരു 18 കമ്മിറ്റി രൂപീകൃതമാവുന്നു. ഈ ആക്ഷൻ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികളിലേക്ക് കടക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കളമായിരുന്നു എന്താണ് മാസ്റ്റർ പ്ലാൻ ഈ സർക്കാർ നടപ്പിലാക്കാത്തത്. 2011-12 മുതൽ ഇങ്ങോട്ട് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കി തുടങ്ങിയതിൻ്റെ ഭാഗമായി 148 കോടി രൂപ ഇതിനകം ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ലേ ഔട്ട് അടക്കം ഈ ശബരിമലയുടെ 3 ഘട്ടങ്ങളിലായിട്ടുള്ള വികസനത്തിന് വേണ്ടി 1033 കോടി രൂപയാണ് ചെലവഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലുണ്ട്. ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ടുള്ള നുണപ്രചരണങ്ങളെ പൊളിച്ചു കളയാൻ കൂടി ഇന്നത്തെ ആഗോള അയ്യപ്പ സംഗമം സഹായിച്ചു എന്നതാണ് എൻ്റെ ടേക്ക്. ഇനി മതാതീതം എന്ന് തെളിയിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ശബരിമല എല്ലാ കാലത്തും മതാതീതമായി നിലകൊള്ളുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതിൻ്റെ മഹത്വം നമുക്ക് ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചതുപോലെ ഈ ശബരിമലയിൽ അയ്യപ്പൻ ഉറങ്ങുന്നത് യേശുദാസിൻ്റെ ശബ്ദത്തിൽ ഹരിവരാസനം കേട്ടിട്ടാണ്. ആ ഹരിവരാസനം ചിട്ടപ്പെടുത്തിയ ദേവരാജൻ മാസ്റ്റർ ആവട്ടെ വലിയ വിശ്വാസിയായിരുന്നില്ല താനും. അതാണ് ശബരിമലയുടെ ചരിത്രം എന്ന് പറയുന്നത്.